നമസ്കാരം. ഞാൻ എൻ്റെ ഭാരത പര്യടനം പൂർത്തിയാക്കിയിരിക്കുകയാണ്. ഭാരത പര്യടനം പൂർത്തിയാക്കി എന്ന് പറയുമ്പോൾ ഇന്ത്യയിലെ എല്ലാ സ്ഥലങ്ങളും കണ്ടു എന്നൊന്നും അതിനർത്ഥമില്ല. പക്ഷേ ഇന്ത്യയിലെ 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറികളിലെയും ഏതെങ്കിലും ഒരു സ്ഥലമെങ്കിലും ഞാൻ തൊട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയെ ഒന്ന് തൊട്ടു എന്ന് തന്നെ പറയാം. എൻ്റെ യാത്രകൾ തുടങ്ങുന്നത് എൻ്റെ 18ാമത്തെ വയസ്സിലാണ്. കൃത്യമായി പറഞ്ഞാൽ 2009. ആ വർഷമാണ് എൻ്റെ ചേച്ചിക്ക് ജോലി കിട്ടുന്നത്. അന്നത്തെ കേരള ഗ്രാമീൺ ബാങ്ക് അല്ല, അന്നത്തെ നോർത്ത് മലബാർ ഗ്രാമീൺ ബാങ്ക്, ഇന്നത്തെ കേരള ഗ്രാമീൺ ബാങ്ക്. അപ്പോൾ അവിടെ അവർക്കുള്ള ട്രെയിനിങ് കണ്ണൂർ വെച്ചായിരുന്നു. അപ്പോൾ ഞാനാണെന്ന് കൂട്ടുപോകേണ്ടി വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ 18ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് കണ്ണൂരിലേക്ക് പോകുന്നു. അന്ന് കണ്ണൂർ പോകുക എന്ന് പറയുന്നത് അമേരിക്ക പോകുന്ന പോലെയാണ്. നമ്മൾ എവിടെയോ അങ്ങ് ദൂരെ എത്തിയ പോലൊരു ഫീലാണ് വരുന്നത്. അങ്ങനെ ആദ്യമായിട്ട് കണ്ണൂർ ചെല്ലുന്നു. കണ്ണൂർ പയ്യാമ്പലം ബീച്ച്, മുഴപ്പിലങ്ങാടി ബീച്ച്, കണ്ണൂർ സിറ്റി, കോട്ട ഇതെല്ലാം കാണുന്നു. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ഭയങ്കര കോൺഫിഡൻസ് ആയി. അപ്പോൾ എന്നിട്ട് തിരിച്ചു വരുന്നതിന് മുമ്പ് ഞാൻ തന്നെ ചിന്തിച്ചു, എന്തായാലും കണ്ണൂർ വരെ എത്തി, അപ്പോൾ പിന്നെ കാസർഗോഡും കൂടി കണ്ടിട്ട് വന്നാൽ ഇനി കാസർഗോഡ് വരിക എന്ന് പറഞ്ഞാൽ വലിയ ടാസ്ക് അല്ലേ. അങ്ങനെ കാസർഗോഡും പോയി. കാസർഗോഡ് പോയിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് കൊച്ചിലെ ബോംബെ ഫിലിമിലെ ഒരു പാട്ടുണ്ടല്ലോ, ഉയിരേ എന്ന് പറയുന്ന ആ പാട്ട് ഷൂട്ട് ചെയ്ത ബേക്കൽ കോട്ട കാണണമെന്ന് അതിയായ ആഗ്രഹമായിരുന്നു. അങ്ങനെ ബേക്കൽ കോട്ടയിലേക്ക് പോയി, ബേക്കൽ കോട്ട കണ്ടു. അങ്ങനെ തിരിച്ചെത്തുന്നു. അപ്പോൾ തിരിച്ചെത്തുമ്പോഴത്തേക്ക് അന്ന് റിസർവേഷൻ ഇല്ലാതെയാണ് തിരിച്ചു വരുന്നത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്റ്റേഷൻ മാസ്റ്റർ ടിക്കറ്റ് എടുക്കാൻ പോയപ്പോഴത്തേക്ക് സ്റ്റേഷൻ മാസ്റ്റർ പറയുന്നു, ടിക്കറ്റ് ഒന്നും എടുക്കണ്ട, വെറുതെ കയറിപ്പോയ്ക്കോ എന്ന് പറയുന്നത്. പക്ഷേ അന്ന് ടിക്കറ്റ് എടുത്ത് ജനറൽ കമ്പാർട്ട്മെന്റിൽ കയറി വന്നു. അതോടുകൂടി എനിക്ക് മനസ്സിലായി രാത്രി യാത്രകൾ നമുക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ നടത്താൻ പറ്റില്ല, സ്ലീപ്പറെങ്കിലും മിനിമം ബുക്ക് ചെയ്തേ പോകാൻ പറ്റൂ എന്നുള്ളത്. അങ്ങനെ തിരിച്ചു വന്നു. അപ്പോൾ ഈ 2 ജില്ലകൾ പോകുന്നത് ഏറ്റവും അവസാനത്തെ അറ്റത്തെ 2 ജില്ലകളല്ലേ. ഞാനിവിടെ കൊല്ലത്തു നിന്നാണ്. അപ്പോൾ ഏറ്റവും അറ്റത്തെ കണ്ണൂരും കാസർഗോഡും കവർ ചെയ്യുന്നു. അത് അപാരമായ കോൺഫിഡൻസ് ആണ് തന്നത്. കാര്യം ഏറ്റവും അറ്റത്തെ 2 ജില്ലകൾ കവർ ചെയ്യുകയാണെങ്കിൽ, ഏറ്റവും ദൂരത്തുള്ള ജില്ലകൾ കവർ ചെയ്യുകയാണെങ്കിൽ വൈ നോട്ട് ബാക്കിയുള്ള ജില്ലകൾ പൊയ്ക്കൂടാ എന്നുള്ള തോന്നലാണ് എനിക്ക് വന്നത്. അങ്ങനെയാണ് എൻ്റെ യാത്രകൾ തുടങ്ങുന്നത്. അപ്പോൾ ബാക്കി ഉള്ള ഓരോ ജില്ലകളും 1 by 1 ആയി കവർ ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കുന്നു. അങ്ങനെ 2009 തുടങ്ങിയ യാത്ര 2015 പാലക്കാട് ജില്ല കൂടി പോകുന്നതോടുകൂടി എൻ്റെ ജില്ലാ പര്യടനങ്ങൾ കഴിഞ്ഞു. അങ്ങനെ കേരളത്തിലെ എല്ലാ ജില്ലകളും 14 ജില്ലകളും ഒരു 7 വർഷം കൊണ്ട് ഞാൻ കവർ ചെയ്ത് തീർത്തു. അതിനുശേഷം കൃത്യം ആ വർഷം തന്നെയാണ് ഭാരത പര്യടനം തുടങ്ങുന്നത്. അത് വളരെ അവിചാരിതമായിട്ടാണ് അത് തുടങ്ങുന്നത്. കാര്യം അന്ന് ഞാൻ നെഹ്റു യുവകേന്ദ്രയുടെ വോളണ്ടിയർ ആയിരുന്നു. അപ്പോൾ ഈ നെഹ്റു യുവകേന്ദ്ര വഴി കേന്ദ്ര സർക്കാർ, കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പ്രോജക്റ്റുകളുള്ള പദ്ധതികൾ, പ്രോജക്റ്റുകൾ തന്നെയാണ്, അതിനെക്കുറിച്ച് ജനങ്ങളിലേക്ക് അവബോധം സൃഷ്ടിക്കാനായിട്ട് പുനർജാഗരൺ എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം കൊണ്ടുവന്നു. അപ്പോൾ അത് നമ്മൾ പല ജില്ലകൾ ഇങ്ങനെ പല സ്ഥലങ്ങളിൽ പര്യടനം നടത്തി ആ പരിപാടികളെക്കുറിച്ച്, സംസ്ഥാന സർക്കാരുകളുടെ വിവിധ സ്കീമുകളെക്കുറിച്ച് ജനങ്ങൾക്ക് അവബോധം നൽകുക. അപ്പോൾ ഇത് പരിപാടി കഴിഞ്ഞ ശേഷം വിജയകരമായി അത് പൂർത്തിയാക്കിയതിന് സമാപന സമ്മേളനത്തിന് രാജ്നാഥ് സിംഗ് ചെയർ ചെയ്ത സമാപന സമ്മേളനം നമ്മളെല്ലാവരെയും കേന്ദ്ര സർക്കാർ UP മധുര വെച്ചായിരുന്നു, അവിടേക്ക് കൊണ്ടുപോയി. അപ്പോൾ അങ്ങനെയാണ് ആദ്യത്തെ ലോങ് ഡിസ്റ്റൻസ് ട്രെയിൻ യാത്ര. 3 ദിവസം എടുത്ത് മധുരയിൽ എത്തുന്നു. അങ്ങനെ മധുര വൃന്ദാവനൊക്കെ കാണുന്നു. അതിനുശേഷം സർക്കാർ തന്നെ സബ്സിഡിയോടുകൂടി നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു 3500 രൂപ എന്തേ അന്ന് കൊടുത്തോളൂ. അപ്പോൾ അന്ന് ഈ UP ആഗ്ര പോകുന്നു, താജ്മഹൽ കാണുന്നു. പിന്നെ അതിനുശേഷം പഞ്ചാബിലേക്ക് പോകുന്നു, ഗുരുദ്വാരം, അമൃത്സർ ഗോൾഡൻ ടെമ്പിൾ കാണുന്നു, വാഗ ബോർഡർ പോകുന്നു. ഇതെല്ലാം പിന്നെ ഡൽഹിയിലേക്ക് വരുന്നു, ഡൽഹി ഫുൾ കാണുന്നു. അന്ന് മിസ്സായി പോയൊരു സംഭവമാണ് ഹരിയാനയിലെ കുരുക്ഷേത്ര. ലേറ്റായി പോയി, സമയം ഇല്ലാത്തതുകൊണ്ട് അത് കാണാൻ പറ്റിയില്ല. അങ്ങനെയാണ് ആദ്യത്തെ യാത്ര നടത്തുന്നത്. അത് നടത്തിയ ശേഷം പിന്നെ 2016 മറ്റൊന്നിനും പോയില്ല. 17 ഞാനിങ്ങനെ പത്രം വായിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് IRCTCയുടെ ഭാരത് ദർശൻ ടൂറിസ്റ്റ് ട്രെയിൻ എന്നൊരു സംഭവം ഉണ്ടെന്ന് അറിയുന്നത്. അത് പലർക്കും ഇപ്പോഴും അറിയില്ല. അതായത് കേന്ദ്ര സർക്കാർ രാജ്യം നമ്മളെല്ലാവരും പോയി കാണണം എന്നുള്ളത് കൊണ്ട് സബ്സിഡിയോടുകൂടി, ഇപ്പോൾ സബ്സിഡി എടുത്ത് കളഞ്ഞു, പദ്ധതി ഹിറ്റായതുകൊണ്ട്, ഞാൻ പോയിരുന്ന സമയത്ത് സബ്സിഡി ഉണ്ടായിരുന്നു. എൻ്റെ ആദ്യത്തെ യാത്ര ടൂറിസ്റ്റ് ട്രെയിനിലായിരുന്നു. അതായത് ആ ട്രെയിനിൽ ടൂറിസ്റ്റുകൾ മാത്രമേ കാണൂ, പാസഞ്ചേഴ്സ് കാണില്ല. നമ്മളെ ഓരോ സ്ഥലത്ത് കൊണ്ടുപോകും, ട്രെയിൻ അവിടെ കിടക്കും, മെയിൻ ലഗേജ് അവിടെ വെച്ചേക്കാം, കൊച്ചു ബാഗിൽ നമുക്ക് ആവശ്യമുള്ള ലഗേജുമായിട്ട് പുറത്തിറങ്ങാം, സ്ഥലങ്ങൾ കാണാം, തിരിച്ചു വരാം, വീണ്ടും ട്രെയിൻ. അപ്പം ട്രെയിൻ നമ്മുടെ വീട് പോലെ അങ്ങ് ആയി മാറുകയാണ്. അത് 2017 എൻ്റെ ആദ്യത്തെ യാത്ര. 4 സംസ്ഥാനങ്ങൾ കവർ ചെയ്യാൻ വെറും 10,000 11,000 രൂപ എങ്ങാണ്ട് മാത്രമേ ആയുള്ളൂ. അതിലേക്കൂടി ഞാൻ ആദ്യം പോകുന്നത് ഒഡീഷ. ഇവിടെ നിന്ന് ട്രെയിൻ ഒഡീഷ എത്തും. പുരി, ജഗന്നാഥ ക്ഷേത്രം, സൺ ടെമ്പിൾ, കൊണാർക്ക് ഇതെല്ലാം കണ്ട്
ട്രെയിൻ ബീഹാറിലേക്ക് കടക്കും. ബീഹാറിൽ നിന്ന് നമ്മൾ ഗയ പോകും, ബുദ്ധഗയയൊക്കെ കണ്ടിട്ട് അവിടെ നിന്ന് ട്രെയിൻ കൽക്കട്ടയിലേക്ക് എത്തും. അങ്ങനെ കൽക്കട്ടയും കണ്ട് അവിടെ നിന്ന് വീണ്ടും ട്രെയിൻ യു പിയിലേക്ക് കയറി നമ്മൾ കാശി കണ്ട് അലഹബാദ്, ത്രിവേണി സംഗമം ഇതെല്ലാം കണ്ടിട്ട് പിന്നെ ഒറ്റയടിക്ക് തിരിച്ചു വരുവാണ്. അപ്പോൾ ഈ IRCTCയുടെ ഭാരത് ദർശൻ എനിക്ക് ഭയങ്കരമായിട്ട് അങ്ങ് ഇഷ്ടപ്പെട്ടു. അതിനുശേഷം അടുത്ത വർഷം വീണ്ടും ഒരു ഭാരത് ദർശൻ എൻ്റെ മുമ്പിൽ കിട്ടി. അതിലൂടെ ഗോവ, രാജസ്ഥാൻ കവർ ചെയ്തു. ഗോവ ജസ്റ്റ് ഒന്ന് 1 day 2 day എന്തോ, ബട്ട് രാജസ്ഥാൻ എൻ്റെയർ രാജസ്ഥാൻ കംപ്ലീറ്റ് ചെയ്തു. ഒരു 5 ഡിഫറെൻറ്റ് പ്ലേസസ് ഇൻ രാജസ്ഥാൻ, അതായത് ജോധ്പൂർ, ജയ്പൂർ, ഉദയ്പൂർ, ജയ്സാൽമീർ, ഡെസേർട്ടിലൊക്കെ പോയി. അങ്ങനെ രാജസ്ഥാൻ ഡെസേർട്ട് കാണാൻ പറ്റി. അതെല്ലാം ഭയങ്കര നല്ല ഒരു അനുഭവമായിരുന്നു. അതിനുശേഷം 17 കഴിഞ്ഞിട്ട് 18 വരുമ്പോഴത്തേക്ക് മലയാള മനോരമയുടെ എൻ്റെ ഡീൽ എന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടായിരുന്നു. അന്നൊരു ആപ്പ് ഉണ്ടായിരുന്നു. അതിനകത്ത് നമുക്ക് ഓരോ ദിവസവും ഓരോ ഓഫർ വെച്ച് കിട്ടുമായിരുന്നു. അങ്ങനെ ഒരു ദിവസം ഒരു ഓഫർ എടുത്തപ്പോഴത്തേക്ക് എനിക്ക് കിട്ടിയതാണ് ഗുജറാത്ത് പാക്കേജ്. അപ്പോൾ ആ ഗുജറാത്ത് പാക്കേജും 10,000 രൂപയ്ക്ക് എൻ്റെയർ ഗുജറാത്ത്, ഗുജറാത്തും ഈ രാജസ്ഥാൻ പോലെ തന്നെ എൻ്റെയർ ഗുജറാത്ത് കവർ ചെയ്തു. അഹമ്മദാബാദ്, സോംനാഥ് ടെമ്പിൾ, ഗിർ ഫോറസ്റ്റ്, പോർബന്ദർ, ഗാന്ധിജി ജനിച്ച സ്ഥലത്തൊക്കെ പോകാൻ പറ്റി. അങ്ങനെ ഇപ്പോഴത്തെ അവർ വലിയ ഗ്രൂപ്പായി, തേജോമായി ടൂർസ് ആൻഡ് ട്രാവൽസ്, അവരുടെ കൂടെയാണ് അന്ന് പോയത്. അന്ന് പക്ഷേ ആക്ച്വലി ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പുള്ളി എന്നെ എല്ലായിടത്തും കൊണ്ടുപോയി കാണിച്ചു. നല്ല ടൂർ പ്രോഗ്രാം ആയിരുന്നു. അതിനുശേഷം പിന്നെ ഞാൻ പോകുന്നതും ഈസി ട്രാവൽസിൻ്റെ കൂടെ ഒരു കുളു മണാലി ട്രിപ്പ് ഉണ്ടായിരുന്നു. അതിനാണ് ഞാൻ പോകുന്നത്. അങ്ങനെ കുളു മണാലിയൊക്കെ കണ്ടു. അന്ന് മിസ്സായി പോയൊരു സംഭവമാണ് പാരാഗ്ലൈഡിങ്. അത് എല്ലാം കെട്ടിയൊക്കെ നിർത്തി ഇറങ്ങാൻ വേണ്ടി പാരാഗ്ലൈഡിങ്ങിന് പോകാനായിട്ട്. അപ്പോൾ എൻ്റെ മുന്നിൽ പോയ പെൺകുട്ടി, അവൾ ടെക്നോ പാർക്കിലുള്ളതായിരുന്നു. അപ്പോൾ പുള്ളിക്കാരി ലാൻഡ് ചെയ്തപ്പോഴത്തേക്ക് ഒരു ചെറിയ ക്രാഷ് ലാൻഡിങ് ആയിപ്പോയി. കാലൊക്കെ ഒന്ന് കീറി മുട്ടിന് താഴെയൊക്കെ. അതുകൊണ്ട് കാലാവസ്ഥ മോശമായതുകൊണ്ട് പാരാഗ്ലൈഡിങ് പറ്റിയില്ല. അങ്ങനെ ഹിമാചൽ കണ്ട് തിരിച്ചു വന്നു. ഇത്രയും യാത്ര നടത്തി കഴിഞ്ഞപ്പോഴത്തേക്കാണ് കംപ്ലീറ്റ്ലി സോളോ പോകാനുള്ളൊരു താല്പര്യം വന്നത്. അങ്ങനെ 2019 ആദ്യമായിട്ട് ഹൈദരാബാദ് പോകുന്നു. ഹൈദരാബാദാണ് ആദ്യമായിട്ട് സോളോ പോകുന്നത്. പക്ഷേ അത് നല്ല ഉഗ്രൻ പരിപാടിയായിരുന്നു. ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷനിൽ എത്തി. അവിടെ തന്നെ റൂം കിട്ടി. എന്നിട്ട് ഹൈദരാബാദ് റെയിൽവേ സ്റ്റേഷൻ തൊട്ട് ഫ്രണ്ടിൽ ഒരുപാട് ടൂർസ് ആൻഡ് ട്രാവൽസ് ഉണ്ട്. ഹൈദരാബാദ് ദർശൻ പാക്കേജ് ഉണ്ട്. അതെടുത്ത് ഹൈദരാബാദ് സിറ്റി ഫുൾ കാണുക. AC ബസ് 500 രൂപ എന്തോ കൊടുത്തു കഴിഞ്ഞാൽ രാവിലെ 10 മണിക്ക് തുടങ്ങി വൈകിട്ട് 6 മണി വരെ മൊത്തം ഹൈദരാബാദ് ചുറ്റി കാണിച്ച് നമ്മളെ തിരിച്ചുകൊണ്ടാക്കും. പിറ്റേ ദിവസം രാമോജി റാവു ഫിലിം സിറ്റി, ഇതേ സിമ്പിളായിട്ട് പോയി ഹൈദരാബാദ് പോയി കണ്ടിട്ട് വന്നു. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ജസ്റ്റ് ട്രെയിൻ കയറി ഹൈദരാബാദ് എല്ലാവർക്കും പോയി കാണാൻ പറ്റിയ ഒരു സംഭവമാണ്. രാമോജി റാവു ഫിലിം സിറ്റി എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സംഭവമാണ്. അതിനുശേഷം ഇവിടെ വന്ന ശേഷം ഞാൻ പോകുന്നത് പിന്നെ മുംബൈ ആണ്. ഹൈദരാബാദിന് ശേഷം മുംബൈ പോയി. മുംബൈയും ഇതേ സെറ്റപ്പ് തന്നെ. മുംബൈ എത്തിയിട്ട് മുംബൈ ദർശൻ പാക്കേജ് ഉണ്ട്. അവിടെ സ്റ്റേഷൻ്റെ ഫ്രണ്ടിൽ ഛത്രപതി ശിവാജി മഹാരാജാസ് ടെർമിനൽ സ്റ്റേഷൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ടൂർ ആൻഡ് ട്രാവൽ കമ്പനീസ് ഉണ്ട്. അവിടെ മുംബൈ ദർശൻ പാക്കേജ് ഉണ്ട്. മുംബൈ ദർശൻ എടുക്കുക, കാണുക, തിരിച്ചു വരിക. അങ്ങനെ മുംബൈ സിറ്റി കംപ്ലീറ്റ്ലി കണ്ടു തിരിച്ചു വന്നു. അതിനുശേഷം പോകുന്നതാണ് മധ്യപ്രദേശിൻ്റെ തലസ്ഥാനമായ ഭോപ്പാലിലേക്ക്. അങ്ങനെ ഭോപ്പാലെത്തി. ഭോപ്പാൽ സിറ്റി കണ്ടപ്പോഴത്തേക്ക് ഒരു ഇലക്ട്രിക് ഓട്ടോ റിക്ഷക്കാരനായ ഒരു മുഹമ്മദ് സുബൈർ ഖാൻ, മുഹമ്മദ് ലൈക്ക് ഇവരെ പരിചയപ്പെട്ടു. അവരിപ്പോഴും നല്ല കൂട്ടുകാരായിട്ട് തുടരുന്നുണ്ട്. അവരാണ് എന്നെ ഭോപ്പാൽ സിറ്റി, അത് ഭോജ്പൂർ ടെമ്പിൾ 3 ദിവസം കൊണ്ട് അവർ കൊണ്ട് കാണിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും തിരിച്ചു വരുന്നു. അതിനുശേഷം എൻ്റെ ഇങ്ങനെ കണ്ടിന്യൂസ് യാത്രയുടെ ഫോട്ടോസൊക്കെ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്യുന്ന കണ്ടപ്പോഴത്തേക്കാണ് എൻ്റെ കൂട്ടുകാരനായ ജീജോ പറയുന്നു. ജീജോ ഏതെയാണൊക്കെ നെക്സ്റ്റ് ട്രിപ്പ് പോകുമ്പോഴത്തേക്ക് ജീജോയും കൂടി വിളിക്കുക. അങ്ങനെ ഞാൻ ആദ്യമായിട്ട് മറ്റൊരാളുമായിട്ട് സോളോ അല്ലാതെ പോകുന്നത് ജീജോയുടെ കൂടെയാണ്. ഞങ്ങൾ ഝാർഖണ്ഡ്, ഛത്തീസ്ഗഡ് ട്രിപ്പുകളാണ് ഒരുമിച്ച് പോയത്. അപ്പോൾ ആദ്യം ഛത്തീസ്ഗഡിലേക്കാണ് പോയത്. ഛത്തീസ്ഗഡിൻ്റെ തലസ്ഥാനമായ റായ്പൂരിലേക്ക്. അപ്പോൾ ആദ്യം ചെന്നൈ ഇറങ്ങി, ചെന്നൈ സിറ്റിയൊക്കെ ഒന്ന് കവർ ചെയ്തിട്ട് അവിടെ നിന്നാണ് അടുത്ത ട്രെയിൻ റായ്പൂരിലേക്ക് പോയത്. അപ്പോൾ ചെന്നൈ സിറ്റി എനിക്കധികം ഇഷ്ടപ്പെടാത്തൊരു സിറ്റിയാണ്. പക്ഷേ എന്നാൽ അവിടെ കാണാൻ ഉള്ള ഒരു സംഭവം തിയോസഫിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യ അടയാറിലുള്ളത്. അത് പലർക്കും അറിയില്ല അങ്ങനെ ഒരു സ്ഥലമുണ്ടെന്ന്. വർഷങ്ങളായി ചെന്നൈ ജീവിക്കുന്നവർ കണ്ടിട്ടില്ലാത്തൊരു സ്ഥലമാണ്. അവിടുത്തെ ഏറ്റവും ബ്യൂട്ടിഫുൾ പ്ലേസ് അതാണെന്ന് ഞാൻ പറയും. അതിനുശേഷം റായ്പൂർ ചെന്നപ്പോഴത്തേക്ക് മാവോയിസ്റ്റുകളൊക്കെ ഛത്തീസ്ഗഡിലുണ്ട് എന്ന് പറഞ്ഞ് പലരും പേടിപ്പിച്ചു ട്രെയിനിൽ വെച്ച്. പക്ഷേ അങ്ങനത്തെ ഒരു പ്രശ്നവും കണ്ടില്ല. ഏത് സിറ്റിയേക്കാൾ നല്ലൊരു സിറ്റിയാണ് റായ്പൂര്. നല്ല അനുഭവമായിരുന്നു. തിരിച്ചു വന്നു. അതിനുശേഷം ഇതേപോലെ മറ്റൊരു യാത്ര പ്ലാൻ ചെയ്തതാണ് ഝാർഖണ്ഡ്. അത് വിശാഖപട്ടണത്ത് ഇറങ്ങിയിട്ട് വിശാഖപട്ടണവും കണ്ടിട്ടാണ് പോയത്. വിശാഖപട്ടണത്തിൽ INS വിക്രാന്ത് കപ്പലൊക്കെ കണ്ടു. അതിനുശേഷം ഝാർഖണ്ഡ് എത്തി. ഝാർഖണ്ഡ് റാഞ്ചിയിൽ ധോണിയുടെ വീട്ടിൽ പോയി. ധോണിയുടെ വീട്ടിൽ അകത്ത് കയറിയെന്നല്ല, പുറത്ത് നിന്ന് ധോണിയുടെ ഫാം ഹൗസൊക്കെ കണ്ടു. ഈ ഫാം ഹൗസിന് തൊട്ട് ബാക്കിലാണ്
റാഞ്ചി CPM ഓഫീസ്, അവിടെ CPM ഓഫീസിലൊക്കെ ഞങ്ങൾ ചെന്നു. കാരണം കേരളത്തിലെ പുലികളാണല്ലോ, നമ്മുടെ ഇവിടെ ഇഷ്ടമല്ലെങ്കിലും അവിടെ ചെല്ലുമ്പോഴത്തേക്ക് എന്തോ ഒരു സന്തോഷം പോലെ തോന്നും ഇവരെയൊക്കെ കാണുമ്പോഴത്തേക്ക്. പക്ഷേ ഇവിടുത്തെ പുലികൾ അവിടുത്തെ എലികളാണ്. പക്ഷേ അങ്ങനെയൊക്കെ വിചാരിച്ച് കയറിയെങ്കിൽ പോലും സത്യത്തിൽ ഇവിടത്തേക്കാൾ കിടിലമാണോ, അത് അവരൊരു മാവോയിസ്റ്റ് മണമൊക്കെ ഉണ്ടോ എന്ന് തന്നെ സംശയം തോന്നി. അങ്ങനെ നൈസായിട്ട് അവിടെ നിന്ന് എസ്കേപ്പായി. ഇതായിരുന്നു ഛത്തീസ്ഗഡ് ജാർഖണ്ഡ് യാത്രകൾ. അതിനുശേഷം പിന്നെ ഞാൻ പോകുന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ 2 എയിംസ് ആയിരുന്നു. ഒന്ന് താജ്മഹൽ കാണുക, മറ്റൊന്ന് സച്ചിൻ ടെണ്ടുൽക്കറിനെ കാണുക. അപ്പോൾ സച്ചിനെ കാണാനൊരു അവസരം വന്നു 2020 ലെജൻസ് ലീഗ്. അപ്പോൾ ലെജൻസ് ലീഗ് മാച്ച് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ വെച്ചാണ് നടക്കുന്നത്. അങ്ങനെ ടിക്കറ്റ് എടുത്തു ബുക്ക് മൈ ഷോ വഴി. അങ്ങനെ വാങ്കഡെ സ്റ്റേഡിയത്തിൽ പോയി സച്ചിനെ കാണുന്നു. സച്ചിൻ്റെ ഹാട്രിക് ഫോഴ്സ് ഒക്കെ നേരിട്ട് കാണുന്നു. അപ്പോൾ മുംബൈ എത്തിയ സ്ഥിതിക്ക് ഞാൻ വിചാരിച്ചു രാജധാനി എക്സ്പ്രസ്സിൽ ഇതുവരെ ട്രാവൽ ചെയ്തിട്ടില്ല, ആ ഒരു അനുഭവം വേണമല്ലോ. മുംബൈയിൽ നിന്ന് രാജധാനി എക്സ്പ്രസ്സിൽ കയറി ഡൽഹി എത്തുന്നു. ഡൽഹിയിൽ നിന്ന് പിന്നെ പണ്ട് ആദ്യത്തെ യാത്രയിൽ നിന്ന് മിസ്സായി പോയ ഹരിയാനയിലെ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ പാനിപ്പട്ട് എത്തുന്നു. പാനിപ്പട്ട് യുദ്ധം നടന്ന സ്ഥലത്തൊക്കെ പോകുന്നു. അവിടെ നിന്ന് കുരുക്ഷേത്രയിലേക്ക് പോകുന്നു. അങ്ങനെ കുരുക്ഷേത്ര യുദ്ധഭൂമിയൊക്കെ കാണുന്നു. ഗീതോപദേശം കൃഷ്ണൻ അർജുനന് നൽകിയ സ്ഥലം, ഇതെല്ലാം പോയി കാണുന്നു, തിരിച്ചു വരുന്നു. ഇതായിരുന്നു അവസാനത്തെ യാത്ര കോവിഡിന് മുമ്പ്. അതിനുശേഷം കോവിഡ് വന്ന് വലിയൊരു ബ്രേക്ക് സംഭവിച്ചു. 2 വർഷത്തേക്ക് യാതൊരു യാത്രയും പോകാൻ പറ്റിയില്ല. അതിനുശേഷം പിന്നെ യാത്രകൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് 2022 2022 ആദ്യത്തെ യാത്ര ഉത്തരാഖണ്ഡിലേക്കായിരുന്നു. അങ്ങനെ ഉത്തരാഖണ്ഡ് പോയി, ഡെറാഡൂൺ പോയി, തലസ്ഥാനം ഡെറാഡൂൺ കണ്ടു. മുസൂറിക്കൊക്കെ ഒരു 25 കിലോമീറ്റർ അടുത്തെത്തി. പക്ഷേ അങ്ങോട്ടേക്ക് പോയില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ അതൊരു ഹിൽ സ്റ്റേഷൻ അല്ലേ. എനിക്ക് ഹിൽ സ്റ്റേഷനോട് താല്പര്യമില്ല, നേച്ചറിനോടല്ല താല്പര്യം. കൾച്ചർ ആൻഡ് ഹിസ്റ്ററിയാണ് എനിക്ക് അറിയാൻ കൂടുതൽ താല്പര്യം. അങ്ങനെ ഡെറാഡൂൺ കാണുന്നു, ഋഷികേശിൽ പോകുന്നു, ഹരിദ്വാറിൽ പോകുന്നു, തിരിച്ചു വരുന്നു. അതാണ് ഉത്തരാഖണ്ഡ് യാത്ര. ഉത്തരാഖണ്ഡ് യാത്രയ്ക്ക് ശേഷം പിന്നെ പോകുന്നത് സിക്കിമിലേക്കാണ്. അപ്പോൾ സിക്കിമിൻ്റെ നിയറസ്റ്റ് എയർപോർട്ട് വെസ്റ്റ് ബംഗാളിലെ ബാഗ്ഡോഗ്രയാണ്. അങ്ങനെ ബാഗ്ഡോഗ്രയിൽ ഇറങ്ങുന്നു. അവിടെ നിന്നൊരു ഹെലികോപ്റ്റർ യാത്ര നടത്താമെന്നായിരുന്നു പ്ലാൻ. ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ഗാങ്ടോക്കിലേക്ക്. 3500 രൂപ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ക്ലൈമറ്റ് പ്രശ്നം കാരണം ആ യാത്ര ക്യാൻസൽ ആകുന്നു. പിന്നീട് നരകയാത്രയായിരുന്നു ബൈ റോഡ്. 8 മണിക്കൂർ കൊണ്ടാണ് ഗാങ്ടോക്ക് എത്തിയത്. അങ്ങനെ ഗാങ്ടോക്ക് എത്തി, അവിടെ ഗാങ്ടോക്ക് മുഴുവനും കാണുന്നു, തിരിച്ചു വരുന്നു. തിരിച്ചു വരുമ്പോഴും ഹെലികോപ്റ്റർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് അത് വീണ്ടും വെതർ കാരണം ക്യാൻസൽ ആകുന്നു. ബട്ട് തിരിച്ച് ഷെയർ ടാക്സിയാണ് എടുത്തത്. അതുകൊണ്ട് അത്രയും ദുരിതമില്ലായിരുന്നു. 8-ന് പകരം ഒരു 6 മണിക്കൂർ കൊണ്ട് തിരിച്ചെത്തുന്നു. ഇതായിരുന്നു സിക്കിം യാത്ര. പിന്നെ അതിനുശേഷം അപ്പോൾ നോർത്ത് ഈസ്റ്റിലേക്ക് കടന്നു. പിന്നെ നോർത്ത് ഈസ്റ്റിലേക്ക് എനിക്ക് സത്യത്തിൽ ഒരു പാക്കേജ് കിട്ടി. ബെന്നീസ് റോയൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ നോർത്ത് ഈസ്റ്റ് പാക്കേജ് 7 വണ്ടേഴ്സ് എന്ന് പറഞ്ഞ്. അപ്പം 7 വണ്ടേഴ്സ് എന്ന് പറയുന്നെങ്കിലും അരുണാചൽ പ്രദേശ് ഇല്ല, അതിന് പകരം കൽക്കട്ടയാണ് അവർ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ബാക്കി 6 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ഉണ്ടായിരുന്നു. അങ്ങനെ ഈ ഫുൾ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും ബെന്നീസ് റോയൽ ടൂർസ് ആൻഡ് ട്രാവൽസിൻ്റെ കൂടെ കവർ ചെയ്യുന്നു. ആദ്യം ആസാം പോയി ഗുവാഹട്ടി കാണുന്നു. അവിടെ നിന്ന് മേഘാലയയിലേക്ക് കയറുന്നു, ഷില്ലോങ് കാണുന്നു, ചിറാപുഞ്ചി പോകുന്നു. അപ്പം ചിറാപുഞ്ചിയൊക്കെ പോകുന്നത് റോഡേ ഇല്ല, ഓഫ് റോഡാണ്. 4 മണിക്കൂർ ഓഫ് റോഡൊക്കെ എടുത്തിട്ടാണ് ചിറാപുഞ്ചി എത്തുന്നത്. അവിടെ നിന്ന് മൗലിൻ ലോങ്, പിന്നെ ഏഷ്യാസ് ക്ലീനസ്റ്റ് വില്ലേജ്, പിന്നെ ബംഗ്ലാദേശ് ബോർഡറിലൊരു ഡൗക്കി റിവറുണ്ട്, അവിടെ പോകുന്നു. പിന്നെ അതിന് ശേഷം മണിപ്പൂർ പോകുന്നു. ഇപ്പോൾ ഇംഫാൽ തലസ്ഥാനം, അവിടെ വലിയ കുഴപ്പങ്ങൾ നടക്കുന്നു. ഇപ്പോഴാണെങ്കിൽ അങ്ങോട്ട് കയറാനേ പറ്റില്ലായിരുന്നു. അതിനുശേഷം നാഗാലാൻഡ് പോകുന്നു, കൊഹിമ, ത്രിപുര പോകുന്നു, അഗർത്തല തലസ്ഥാനത്ത്. ഇങ്ങനെ എല്ലാ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സും കവർ ചെയ്തിട്ട് ഇപ്പം പലപ്പോഴും വായിക്കുമ്പോൾ അവിടെയൊക്കെ പല പ്രശ്നങ്ങളും നടക്കുന്നുണ്ട്. നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ മ്യൂസിയം, പിന്നെ അവിടെയുള്ള എല്ലാ ബംഗ്ലാദേശ് ബോർഡറുകളും പോയി. അങ്ങനെ വീണ്ടും കൽക്കട്ട ഒരിക്കൽ കൂടി പോയി. അപ്പോൾ ഇപ്പോൾ ന്യൂ കൽക്കട്ട പണി നടന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എൻ്റയർ നോർത്ത് ഈസ്റ്റ് കവർ ചെയ്തിട്ട് തിരിച്ചു വരുന്നു. പിന്നെ അവശേഷിച്ച ഒരേ ഒരു സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലേക്ക് പോകുന്നു. അരുണാചൽ പ്രദേശിൻ്റെ തലസ്ഥാനമായ ഇറ്റാനഗറിലേക്ക് പോകുന്നു, കണ്ടു തിരിച്ചു വരുന്നു. അങ്ങനെ ഞാൻ 28 സംസ്ഥാനങ്ങളും 2023 കണ്ടു തീർക്കുന്നു. എന്നിട്ടാണ് യൂണിയൻ ടെറിട്ടറീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. യൂണിയൻ ടെറിട്ടറീസ് ഇതിൻ്റെ ഇടയിൽ കുറേ യൂണിയൻ ടെറിട്ടറീസ് ഓൾറെഡി പോയതാണ്. ഡൽഹി ആദ്യത്തെ ട്രിപ്പ് തന്നെ പോയതാണ്. ഹരിയാന പോയപ്പോഴത്തേക്ക് ചണ്ഡീഗറും പോയിട്ടുണ്ടായിരുന്നു. ചണ്ഡീഗറൊക്കെ നല്ല ഉഗ്രൻ സിറ്റിയാണ്, പ്ലാൻഡ് സിറ്റിയാണ്. ലേക്ക് കർബൂസിയർ പ്ലാൻ ചെയ്ത സ്ഥലങ്ങൾ ഉഗ്രനാണ്. ഇന്ത്യയിലെ തന്നെ ഒരു സിറ്റിയാണോ എന്ന് നമുക്ക് സംശയം തോന്നും. പിന്നീട് പോകുന്നത് ഡാം ആൻഡ് ഡ്യൂയിലേക്കാണ്. അത് ഫ്ലൈറ്റ് നോക്കിയപ്പോഴത്തേക്ക് അതല്ല ഈസി എന്ന് മനസ്സിലായി. അങ്ങനെ ഞാൻ ട്രെയിൻ എടുത്തു, ഡാമനിലേക്ക് എത്തുന്നു. അവിടെ സ്റ്റേ ചെയ്ത് ഡാമൻ എല്ലാം കാണുന്നു. അത് സത്യത്തിൽ പോയില്ലെങ്കിലും നഷ്ടമൊന്നുമില്ലാത്ത സ്ഥലങ്ങളാണ്. പിന്നെ അവിടെ നിന്ന് അടുത്ത ട്രിപ്പായിട്ട് പോകുന്നത് ആൻഡമാനിലേക്കാണ്. ആൻഡമാൻ എത്തി
അവിടുന്ന് പോർട്ട് ബ്ലെയർ എല്ലാം കാണുന്നു, ഹാവ്ലോക്ക് ഐലൻഡ്, റോസ് ബേ ഐലൻഡ് ഇതെല്ലാം കാണുന്നു. ആൻഡമാൻ 2-3 ഐലൻഡ്സേ കണ്ടോളൂ, പക്ഷേ ഇനിയും വീണ്ടും പോകാൻ കൊള്ളാവുന്ന സ്ഥലമാണ്. ഇതുവരെ പോയിട്ടില്ലാത്ത പല ഐലൻഡ്സും പോയി കാണാൻ പറ്റിയ സ്ഥലമാണ് ആൻഡമാൻ. അവിടെ നിന്ന് നെക്സ്റ്റ് ട്രിപ്പായിട്ട് ലഡാക്ക് എത്തുന്നു. ലഡാക്ക് എത്തി ലേയിലാണ് എത്തിയത്. ലേ എല്ലാം കാണുന്നു. ബട്ട് ലേ കാണുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രശ്നം പറ്റിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ എത്തിയപ്പോൾ ലേ എയർപോർട്ട് നിൽക്കുന്നത് തന്നെ 13,000 അടി മുകളിലാണ്. അപ്പോൾ അവിടെ എയർപോർട്ടിൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് നമ്മൾ മെഡിസിൻ എടുക്കണം ഇല്ലെങ്കിൽ ശ്വാസം പ്രശ്നമാവും ഇങ്ങനെയൊക്കെ. പക്ഷെ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. പക്ഷെ പിറ്റേ ദിവസം ആയപ്പോഴത്തേക്ക് കടുത്ത നെഞ്ചുവേദനയായി, ഒരു രക്ഷയില്ലാതായി. ഹാർട്ട് അറ്റാക്ക് ആണോ എന്നൊക്കെ നമുക്ക് സംശയം തോന്നി. പക്ഷേ പിന്നെ മരുന്ന് മേടിച്ച് കഴിച്ചപ്പോഴത്തേക്ക് അത് റെഡിയായി. അപ്പോൾ ലേ പോകുന്നവർ ശ്രദ്ധിക്കണം, അതും ഡയറക്റ്റ് ഫ്ലൈറ്റിൽ പോകുന്നവർ. ഒരുപാട് പേര് കാശ്മീരിൽ നിന്ന് ബൈ റോഡാണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോഴത്തേക്ക് ഒരു പ്രശ്നം വരില്ല, കാര്യം നമ്മൾ അഡ്ജസ്റ്റ് ആവും. ഇത് ഡയറക്റ്റ് ലേ എയർപോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ഊട്ടിയൊക്കെ 8,000 ഫീറ്റേ ഉള്ളൂ മാക്സിമം ഹൈറ്റ്. ഇത് 13,000 12,000 ആ റേഞ്ചൊക്കെയാണ് നിൽക്കുന്നത്, വളരെ ഉയരത്തിലാണ്. അങ്ങനെ ലേ കണ്ടു, തിരിച്ചു വരുന്നു. അതിനുശേഷം പോകുന്നതാണ് ലക്ഷദ്വീപ്. ഞാൻ കോർഡിയേല ക്രൂയിസിലാണ് പോകുന്നത്. ഒരു ലക്ഷറി ക്രൂയിസ് ആയിരുന്നു. അപ്പോൾ ഈ രണ്ടും ഒരുമിച്ച് നടക്കട്ടെ എന്ന് എഴുതിയാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ലക്ഷദ്വീപ് എത്തിയിട്ട് അഗത്തി ഐലൻഡാണ് കണ്ടത്. അതൊരു ലക്ഷദ്വീപ് ടൂറായിട്ട് പറയാൻ പറ്റില്ല, ഒരു ക്രൂയിസ് യാത്ര എന്നേ പറയാൻ പറ്റൂ. അഗത്തി ഐലൻഡ് കണ്ടു. ലക്ഷദ്വീപിൻ്റെ ഒരു മിനിയേച്ചർ ഫോമൊക്കെ മനസ്സിലായി. പക്ഷേ ലക്ഷദ്വീപിലും ഇതേപോലെ ഒരുപാട് ഐലൻഡ്സ് ഉണ്ട്, ഇനി കാണാൻ ഒരുപാട് ബാക്കിയുണ്ട്. ലക്ഷദ്വീപിൽ പോയിട്ടാണ് ഞാൻ ഈ റീസെൻ്റ്ലി ഇപ്പം കാശ്മീർ പോകുന്നത്. കാശ്മീർ എനിക്ക് വിൻ്റർ ടൈമിൽ പോകണമെന്നില്ലായിരുന്നു, കാരണം വിൻ്റർ ടൈമിൽ മിക്കവരും പോകുന്നതല്ലേ, അത് നല്ല സീസൺ ടൈമാണ്. മാത്രമല്ല ആ ഒരു നാച്ചുറൽ ബ്യൂട്ടി ആ സമയത്ത് കാണാനാണ്. അപ്പോൾ എനിക്ക് കൾച്ചർ ആൻഡ് ഹിസ്റ്ററി തന്നെയാണ് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. അങ്ങനെ ഞാൻ വിൻ്റർ ടൈം അല്ലാതെ സമ്മർ ടൈം നോക്കി കാശ്മീർ പോകുന്നു. അങ്ങനെ ഇപ്പോൾ കാശ്മീർ പോയിട്ട് തിരിച്ചു വന്നു. ഇതോടുകൂടി എൻ്റെ ഭാരത പര്യടനം പൂർത്തിയായി. അതായത് 28 സംസ്ഥാനങ്ങളും 8 യൂണിയൻ ടെറിട്ടറീസും ഞാനൊന്ന് തൊട്ടിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. കാണാനുള്ളതാണ്, കണ്ടിട്ടുള്ളതിനേക്കാൾ ഒരുപാട് കൂടുതൽ. അപ്പോൾ ഇനി യാത്രകളുണ്ടോ എന്നറിയില്ല, പക്ഷേ ഉണ്ടെങ്കിൽ ഞാൻ ഒറ്റയ്ക്കായിരിക്കില്ല. ഞാൻ കാണുന്നത് പോലെ മറ്റ് ഒരാളെയും കൂടി അല്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ കൂടെ കാണിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഇനി യാത്രകൾ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. നന്ദി.